ഏകദേശം രണ്ടാഴ്ചയോളക്കാലമായി എമ്പുരാൻ സിനിമയുടെ വിശേഷങ്ങളും വിവാദങ്ങളും ഒക്കെയാണ് പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ആദ്യം സിനിമയുടെ ട്രെയിലറാണ് വാർത്തയിലിടം പിടിച്ചതെങ്കിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയായി അടുത്ത വാർത്ത. എന്നാൽ മൂടിവെക്കപ്പെട്ട സത്യങ്ങളുമായി എമ്പുരാൻ റിലീസ് ചെയ്തപ്പോഴാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങിയത്. സിനിമ റിലീസായതിനു ശേഷം ഇതുവരെ സിനിമയുടെ അണിയറക്കാർക്ക് സമാധാനമായി ഒന്ന് ഇരിക്കാനുള്ള അവസരം പോലും സംഘപരിവാർ സംഘടനകൾ കൊടുത്തിട്ടില്ല. രായപ്പനെന്ന് വിളിച്ചു തന്നെയാക്ഷേപിക്കുന്നവർ എപ്പോൾ വേണമെങ്കിലും അതിരു കടക്കുമെന്ന് പേടിച്ച് സംവിധായകൻ പൃഥ്വിരാജിന് വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്ന വാർത്തയാണിപ്പോൾ വരുന്നത്. നടൻ ആസിഫ് അലിയും മമ്മൂട്ടിയും മാത്രമേ പൃഥ്വിരാജിനു സപ്പോർട്ടുമായി രംഗത്തുവന്നിരുന്നുള്ളൂ. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സാക്ഷാൽ രജനീകാന്ത് പൃഥ്വിരാജിനെ വീട്ടിലെത്തി സന്ദർശിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. മോദിയടക്കമുള്ള ബിജെപിക്കാരെ പ്രത്യക്ഷമായി തന്നെ പിന്തുണയ്ക്കാറുള്ള രജനീകാന്തിന്റെ സന്ദർശനം ആരും പ്രതീക്ഷിച്ചില്ല എന്നതാണ് വാസ്തവം. സംഘിവിളി തനിക്കിഷ്ടമാണെന്ന് തുറന്നു പറയാറുള്ള രജനീകാന്ത് തമിഴ്നാട്ടിൽ തന്റെ ആരാധകരടക്കമുള്ളവരിൽ നിന്നും കളിയാക്കലുകളേറ്റുവാങ്ങാറുള്ള വ്യക്തിയാണ്. അങ്ങനെയൊരു വ്യക്തി ഇപ്പോൾ സംഘികളെ ആക്ഷേപിച്ചു പുറത്തിറങ്ങിയ എമ്പുരാൻ സിനിമയുടെ സംവിധായകനെവന്നു കണ്ടതാണ് സംഘികളെപ്പോലും ഞെട്ടിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ സംഘികളുടെ ഭാഗത്തുനിന്നും നടൻ വിജയും പൃഥ്വിരാജിനെ പോലെ സൈബർ ബുള്ളിങ്ങിനിരയായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട്ടിലെ നടന്മാരൊന്നടങ്കം അന്ന് വിജയ്ക്കു പിന്തുണ കൊടുത്തിരുന്നു. തങ്ങളിലൊരാൾക്ക് പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന സന്ദേശമാണ് തമിഴ്നാട് പഠിപ്പിക്കുന്നത്. എന്താണ് രജനീകാന്തിന്റെ ഈ സന്ദർശനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യുക.